പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നീതിയും നിയമമൊന്നും ബാധകമല്ലേ? അങ്ങനെങ്ങാനും ഉണ്ടോ? അഭിഭാഷകനാണല്ലോ താങ്കൾ. നിശ്ചിത പരിധിക്ക് ശേഷം പ്രായം വന്നാൽ പിന്നെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ബാധകമല്ലേ? ഞാൻ വളരെ സ്പെസിഫിക് ആയ കാര്യമല്ലേ പറഞ്ഞത്. അങ്ങനെയാണോ എന്നുള്ള കാര്യം, അതല്ല റേപ്പാണോ എന്നുള്ള കാര്യം, അത് നീതിപീഠം നിശ്ചയിക്കട്ടെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് കുമാർ, ഞാൻ ഇവിടെ PCR-ലെങ്ങാനും കമ്മ്യൂണിക്കേഷനിലായ സമയത്തായിരിക്കും എന്റെ പെട്ടിരുന്നുവെങ്കിൽ ഞാൻ ചോദിച്ചേനെ. അദ്ദേഹത്തിന് ഇപ്പോഴും ആ കാര്യത്തിൽ സംശയമുണ്ട്, ക്ഷമിക്കണം എന്നോട്. അല്ല, തീർച്ചയായും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പ്രോം ചെയ്തത്. അല്ലാതെ അദ്ദേഹം പറയാത്തൊരു കാര്യം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വീണുപോയതാണെങ്കിൽ, ടങ് സ്ലിപ്പ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ കണക്കിലെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നതാണ്. ഇല്ല, അദ്ദേഹം തിരുത്തുന്നില്ല. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതാണ് ഇതിനപ്പുറം ഒരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയില്ല. ഒരു പ്രണയ തകർച്ചയുമൊക്കെ സ്വാഭാവികമായും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം. ഞാൻ ഒരു കാര്യം തുടക്കത്തിലെ തന്നെ പറയട്ടെ. ഇത്തരമൊരു ചർച്ച ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നടത്തേണ്ടി വരുന്നത് കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തെ വെറുക്കുന്നതിന് വേണ്ടി ഉപകരിക്കും എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇത്തരം ആളുകളെ, ഇത്തരം സൈക്കോപാത്തുകളെ, നിങ്ങളെ കൂടെ കൂടിയ ആളുകളെ കണ്ടെത്തി നിങ്ങൾക്ക് അവരെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയതിനുള്ള വീഴ്ചയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ പൊതുവിൽ അവരുടെ മൂല്യശോഷണത്തിലേക്ക് ബാധിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു വേറിട്ട കക്ഷിയാണ്. ഇദ്ദേഹം ഒരു സൈക്കോപാത്താണ്. പറയുന്നതിനുള്ള കാരണം, ഒന്നോ ഒന്നിൽ കൂടുതലോ ബന്ധങ്ങൾ ചിലപ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകാം. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ പെൺകുട്ടികളെ നിർബന്ധിച്ച് വശീകരിച്ച് അവരിൽ നിന്നും തനിക്കൊരു കുഞ്ഞിനെ കാണണം, ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അച്ഛനാകണമെന്ന ആഗ്രഹം അങ്ങോട്ട് പ്രകടിപ്പിച്ച് അവരെ വശംവദയാക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ കുഞ്ഞിനെ ഭ്രൂണത്തിൽ വെച്ച് തന്നെ കൊല്ലുക എന്നത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. അതാണ് ഇവിടെ പ്രസക്തമായ ഭാഗം. അത് ഒരാളോട് സംഭവിച്ചതല്ല, ഒരുപാട് പേരോട് സംഭവിക്കുന്നതാണ്. ഇതാണ് ആ ക്രിമിനലിന്റെ രീതി എന്നത് വ്യക്തമാകുന്നു മൂന്നാം പരാതിയിലും. എന്റെ ചോദ്യത്തിലേക്ക് കൂടി. അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ പോലീസ് കിട്ടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ എന്താണ് സംഭവിച്ചത്? കേരള പോലീസിനെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും ഈ വിഷയം അകാരണമായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി, ഈ വിഷയം ലൈവായി നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്ന രൂപത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ തരാതരം പോലെ, അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്, ചെറിയ ആളുകളല്ല കേട്ടോ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സർക്കാരിനെയും പോലീസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തുടർച്ചയായി ആരോപണം ഉന്നയിച്ചു. അതൊരു ഭാഗം. രണ്ടാമത് എന്താണ് അതിൽ സംഭവിച്ചത്? അതിൽ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കോറി മാഫിയകൾ തമിഴ്നാട് മുതൽ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂർ വഴി കടത്തിക്കൊണ്ടുപോയി അവിടെ റിസോർട്ടുകളിൽ മാറി മാറി താമസിപ്പിച്ച് കർണാടകത്തിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ ഒളിവിൽ കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. അതിനകത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ ചില ആളുകൾ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം. അങ്ങനെ രക്ഷപ്പെടുത്തി നിർത്തിയ ഒരാളാണ്. ഇപ്പൊ വിലപിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ സേനാപതി വേണു വിലപിക്കുകയാണ്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം MLA ആയി തുടരുന്നത് അദ്ദേഹത്തിന്റെ പ്രിവിലേജ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള കാര്യമായിട്ടാണ് അത് വരുത്തി തീർക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം മത്സരിച്ചത് ഏത് ചിഹ്നത്തിലാണ്? ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്തുണയിലാണ് അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? ആരാണ് പത്തനംതിട്ടക്കാരനായിട്ടുള്ള ശ്രീ രാഹുൽ മാക്കൂട്ടത്തെ പാലക്കാട്ടേക്ക് ആനയിച്ചു കൊണ്ടുപോയത്? ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം നിങ്ങൾ യാദൃശ്ചികമായി നിങ്ങൾ സാങ്കേതികമായി സംഘടനാ നടപടി കൈക്കൊണ്ടു എന്ന് പറയുന്നു. ആ സംഘടനാ നടപടിക്ക് ശേഷം നിങ്ങൾ ചെയ്തത് എന്താണ്? അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകുക, തോളിലിരുത്തി ഡാൻസ് ചെയ്യുക, പുഷ്പവൃഷ്ടി അർപ്പിക്കുക. ഈ രൂപത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലയിൽ, പൊതു മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, കേരളത്തിലെ സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ എന്തെല്ലാം പേക്കൂത്താണ് കോൺഗ്രസിന്റെ ബാനറിന് കീഴിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയത്? ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാൻ പാടുള്ള കാര്യമാണോ? ഞാൻ ഇവിടെ നിങ്ങൾക്ക് ബദലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ വസ്തുനിഷ്ഠമായി നിരത്തും. അപ്പൊ അതിലൊന്നും തന്നെ അർത്ഥതലം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോഴും, അല്ലെങ്കിൽ നിയമസഭ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിസാം സെയ്ദ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണുന്നത്. ഒഴിഞ്ഞു മാറുന്നു എന്ന് വെച്ചാൽ ഈ MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ്
ഈ തോന്നിയവാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇപ്പോഴും ആ വ്യക്തിയുടെ കയ്യിൽ MLA സ്ഥാനം ഇരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയാണല്ലോ അത് കയ്യിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് കോൺഗ്രസിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഗ്രേവായ സീരീസ് ഓഫ് ഒഫൻസസ് ചെയ്ത ഒരാളാണെന്നുള്ള കാര്യത്തിൽ സാമാന്യബോധമുള്ള നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് സാമാന്യബോധമുള്ള ഒരാൾക്കും സംശയം ഉണ്ടാകുന്നില്ല. ഏറ്റവും കടുത്ത നിയമ നടപടികൾ നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹനാണെന്നുള്ളതും യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഒരു സ്ത്രീ ആയിട്ട് മാത്രമല്ല, ഒട്ടേറെ സ്ത്രീകളെ വശീകരിക്കുകയോ വശീകരിച്ച് അവരെ വളരെ ഗുരുതരമായ സെക്ഷൽ ഒഫൻസിന് വിധേയമാക്കുകയും ചെയ്ത ഒരാളാണത്. അതിൽ കോൺസെൻസസ് ആണോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. കോൺസെൻസസ് ഉണ്ടെങ്കിൽ തന്നെ അത് മാനുഫാക്ചർഡ് കൺസെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിയമ നടപടികൾക്ക് വിധേയരാകാൻ അർഹനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഡിഫൻസ് അദ്ദേഹത്തിന് പറയാനുണ്ടെങ്കിലും പ്രൂവൺ ഗിൽറ്റി അണ്ടർ പ്രൂവൺ ഇന്നസെൻസ് എന്നുള്ളതാണ് അദ്ദേഹം. ബേർഡൻ ഓഫ് എവിഡൻസ് ഈസ് ഓൺ ദി അക്യൂസ്ഡ്. അത് നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്താണ്. അതുവരെയും പൊതുസമൂഹവും നിയമവും അദ്ദേഹത്തെ കുറ്റവാളിയായി കാണും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. പിന്നെ ഇതിന്റെ രാഷ്ട്രീയമായ മാനങ്ങളെ കുറിച്ച് കോൺഗ്രസ് ഇത് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. കോൺഗ്രസ് എന്ന പാർട്ടി ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അത്ര പ്രസിദ്ധമായ പാർട്ടിയൊന്നുമല്ല. പലപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടി തീരുമാനങ്ങൾ വലിച്ചു നീട്ടുകയും തീരുമാനങ്ങൾ അതിന്റെ ഏറ്റവും ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കേരളത്തിൽ വളരെ മാതൃകാപരമായ നടപടികൾ എടുത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തന്നെ ഞാൻ പറയും. രാഹുലിനെതിരെ ആദ്യം ഒരു ആരോപണം വന്നപ്പോൾ ഒരു നടപടിയല്ല 3 നടപടി രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ആദ്യം ഒരു ആരോപണം അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, രാജിവെപ്പിച്ചു. രണ്ടാമത് ഒരു അതിജീവിതയുടേതായ ഒരു ശബ്ദ സന്ദേശം ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസ് വന്നപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതിൽ കൂടുതൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമാനമായ സാഹചര്യങ്ങളിൽ മറ്റു പാർട്ടികൾ എന്താണ് ചെയ്തത് എന്നുകൂടി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞത് ഇന്ത്യയിൽ 5 MP-മാരും 155 MLA-മാരും ഇത്തരം ലൈംഗിക കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.